തിരുവനന്തപുരം ചിറയൻകീഴിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കടക്കാവൂർ സ്വദേശി വിഷ്ണു പ്രകാശനാണ് മരിച്ചത്. വ്യക്തിപരമായ തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയം. സംഭവത്തിൽ ചിറയൻകീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ശാലിനിയിലേക്ക് വരാം. നിലവിൽ ചിറയൻകീഴിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. കടക്കൂർ സ്വദേശി വിഷ്ണു പ്രകാശനാണ് മരിച്ചത്. വ്യക്തിപരമായ തർക്കമാണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെന്നാണ് സംശയം. അതേസമയം സംഭവത്തിൽ ചിറയൻകീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? വിഷ്ണു ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം ചിറയൻകീഴ് യുവാവിന് കുത്തേറ്റത്. ആ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കടക്കാവൂർ സ്വദേശിയായ വിഷ്ണു പ്രകാശനാണ് കുത്തേറ്റത്. പ്രദേശത്തെ ചില തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചിറയൻകീഴ് പോലീസ് വിലയിരുത്തുന്നത്. വ്യക്തിപരമായിട്ടുള്ള തർക്കം വിഷ്ണുപ്രകാശുമായി ചിലർക്കുണ്ടായിരുന്നു. ഇതിൽ ആരോ ആണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, കുത്തിയ പ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. 4-ലധികം പേരുടെ പേരുകളാണ് പോലീസ് അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നത്. പക്ഷെ ഇതിൽ ആരാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ചില ഗുണ്ടാ നേതാക്കന്മാരുമായിട്ടൊക്കെ ഒരു സാമ്യമുണ്ട് ഈ കേസിന് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചിറയൻകീഴ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ വിഷ്ണുപ്രകാശിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി നടപടികളെല്ലാം പൂർത്തീകരിച്ച് നാളെ മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ഒപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളും വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക സൂചന. വിഷ്ണു. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.